Hi students. കഴിഞ്ഞ രണ്ട് വീഡിയോസിലായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ട് നന്നായി പഠിച്ചില്ലേ? അപ്പോൾ അതിന് നമുക്ക് മനസ്സിലായി മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റമാണ്. എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. This combination of atoms of elements takes place in accordance with certain laws. Those laws are called laws of chemical combinations. So, what are laws of chemical combination? The chemical combination of atoms of elements takes place in accordance with certain rules. Those rules are called laws of chemical combinations. Which are these laws? We have to discuss 5 laws of chemical combinations. ഏതൊക്കെയാണത്? First one, law of conservation of mass, put forward by Lavoisier. Second law, law of definite proportion, proposed by Joseph Proust. Third law, law of multiple proportion by John Dalton. Fourth one, Gay-Lussac's law of gaseous volumes. Propose ചെയ്ത ആരാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. It is Gay-Lussac. And last one is Avogadro's law by Avogadro. ഇതിൽ നമുക്ക് ഓരോന്നും എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാറ്റർ നശിപ്പിക്കപ്പെടുന്നില്ല, പുതിയതായിട്ട് ഉണ്ടാകുന്നുമില്ല. ആ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ജസ്റ്റ് ലൈക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എല്ലാവർക്കും അറിയാലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതേപോലെ മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. In a chemical combination, matter is not created and matter is not destroyed. That is called law of conservation of mass. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുത്തു നോക്കാൻ വേണമെങ്കിൽ, കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഫോമിങ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ നിങ്ങൾക്കറിയാം, കാർബണിൻ്റെ നമ്മൾ കാർബൺ എടുക്കുമ്പോൾ 12 ഗ്രാം കാർബൺ അറ്റോമിക് മാസ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 12 ഗ്രാം കാർബണും ഓക്സിജൻ്റെ 16 ആണ്. ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ 32 ആണ്. 32 ടോട്ടൽ 44 ആണ് ഇവിടെ മാസ് വരുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുമ്പോൾ നോക്കൂ, 12 പ്ലസ് ഇവിടെ അതെ 32 ടോട്ടൽ 44. അപ്പോൾ ബിഫോർ ദ റിയാക്ഷൻ എന്തായിരുന്നു? റിയാക്റ്റൻസ് പറഞ്ഞാൽ കാർബണും ഓക്സിജനും രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള മാസം 44 ആണ്. റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസം 44 ആണ്. അപ്പോൾ ഒരു കെമിക്കൽ കോമ്പിനേഷൻ നടക്കുമ്പോൾ മാറ്റർ ഉണ്ടാകുന്നുമില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. പുതിയതായിട്ട് മാറ്ററിൻ്റെ അളവ്, ക്വാണ്ടിറ്റി, അതിൻ്റെ മാസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇതിന് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്നും കൂടി ഒരു പേരുണ്ട്. നമുക്കാദ്യം അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു കോമ്പൗണ്ട് വാട്ടർ എന്നുള്ളൊരു കോമ്പൗണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. വാട്ടർ നമുക്കറിയാം, വാട്ടറിൻ്റെ ഫോർമുല H2O ആണ്. ഈ വാട്ടറിൻ്റെ സോഴ്സ് ഏതായാലും, അതായത് വാട്ടർ ഇപ്പോൾ നമുക്ക് വെല്ലിൽ നിന്നുള്ള വാട്ടർ, കിണറിൽ നിന്നുള്ള വാട്ടർ കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു പോണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ വാട്ടർ ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വാട്ടർ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ സീ വാട്ടർ, സീയിൽ നിന്നുള്ള വാട്ടർ, അതിലത്തെ സോൾട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടർ, എവിടുന്ന് നമ്മൾ വാട്ടർ കളക്ട് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പം നിങ്ങൾ മലപ്പുറത്ത് നിന്ന് കളക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കളക്ട് ചെയ്തോളൂ, കേരളത്തിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും കളക്ട് ചെയ്തോളൂ, ഇന്ത്യയിലെ ഏത് ഭാഗത്തു നിന്ന് കളക്ട് ചെയ്തോളൂ, എവിടെ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാലും വാട്ടർ ഓൾവേസ് കണ്ടെയ്ൻസ് ഓൺലി 2 എലമെൻറ്റ്സ്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. 2 എലമെൻറ്റ്സ് മാത്രമേ വാട്ടറിൽ വരുന്നുള്ളൂ, ഹൈഡ്രജനും ഓക്സിജനും. വേറെ ഒരു എലമെൻറ്റും വാട്ടറിലില്ല.
ഈ വാട്ടറിലുള്ള 2 എലമെൻസും കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോ നോക്കി നോക്കൂ, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും തമ്മിലാണ്. അതിൽ യാതൊരു മാറ്റം വരില്ല. എവിടെ നിന്ന് വാട്ടർ കളക്ട് ചെയ്താലും ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് ആണ്, അതിൽ ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉണ്ടാവുള്ളൂ. അവ തമ്മിലുള്ള മാസിൻ്റെ റേഷ്യോ എപ്പോഴും ഒരു ഫിക്സഡ് റേഷ്യോ ആയിരിക്കും. ഇതും തമ്മിലുള്ള മാസിൻ്റെ റേഷ്യോ നോക്കൂ. ഹൈഡ്രജൻ്റെ ഇതിലെ മാസ് 2 ആണ്, ഓക്സിജൻ്റെ മാസ് 16 ആണ്. ഇത് തമ്മിലുള്ള മാസിൻ്റെ റേഷ്യോ 1:8 ആണ്. അത് ഫിക്സഡ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്, മാറില്ല. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. എ കെമിക്കൽ കോമ്പൗണ്ട് always contain the same elements combined in the same fixed proportion by mass. ഇതിൽ യാതൊരു ചേഞ്ചും വരില്ല. ഏത് വാട്ടർ എടുത്തു കഴിഞ്ഞാലും, ഏത് വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും അതിലുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസസ് തമ്മിലുള്ള റേഷ്യോ 1:8 തന്നെ ആയിരിക്കും. ദിസ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പ്രൊപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതേപോലെ തന്നെ ഹൈഡ്രജൻ, ദ 2 എലമെൻറ്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ക്യാൻ കമ്പൈൻ ടു ഫോം ഇപ്പോൾ പറഞ്ഞ വാട്ടർ. ദ സെയിം എലിമെൻറ്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം another compound H2O2 which is hydrogen peroxide. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ ഹൈഡ്രജൻ്റെ മാസ് 2 ആണ്, ഇതിലും ഹൈഡ്രജൻ്റെ മാസ് 2 ആണ്. വാട്ടറിൽ ഓക്സിജൻ്റെ മാസ് 16 ആണ്, ഹൈഡ്രജൻ പെറോക്സൈഡിൽ 16 + 16 32 ആണ്. ഇത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ ഈ രണ്ടിലും ഹൈഡ്രജൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു എലമെൻറ്റിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ മറ്റേ എലമെൻറ്റിൻ്റെ മാസസ് തമ്മിലുള്ള റേഷ്യോ നോക്കൂ. ഇറ്റ് ഈസ് 16:32 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1:2, വിച്ച് ഈസ് എ സിമ്പിൾ റേഷ്യോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ലോ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. നോക്കി നോക്കൂ. വെൻ 2 or more elements combine to form more than one compound, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ ഡിഫറെൻറ്റ് masses of one of the elements which combine with a fixed mass of other element will be in a simple whole number ratio. ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കുമ്പോൾ മറ്റേ എലമെൻസിൻ്റെ മാസസ് തമ്മിലുള്ള റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ, ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിക്കണം. വെൻ 2 elements combine to form more than one compound, the different masses of one of the elements which combine with fixed mass of other element will be in a simple whole number ratio. വേണമെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാൻ നോക്കൂ. സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ്. സൾഫർ ആൻഡ് ഓക്സിജൻ combines to form 2 different compounds, SO2 and SO3. Here the mass of sulfur, atomic mass is 32. So in both these compounds 32 gram of sulfur combines with here 32 gram of oxygen itself, and here it is 16 × 3 48 gram of oxygen. അപ്പോൾ ഇതിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കുമ്പോൾ മറ്റേ എലമെൻറ്റിൻ്റെ മാസസ് തമ്മിലുള്ള റേഷ്യോ 32:48, which is equal to 2:3, which is also a simple whole number ratio. So these 2 examples illustrate the law of multiple proportion. It was proposed by the famous scientist John Dalton. പേര് ഓർമ്മ വേണം സയൻറ്റിസ്റ്റിൻ്റെ. ഇനി നമുക്ക് നെക്സ്റ്റ് ലോയിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോള്യൂംസ്. അപ്പോൾ ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോള്യൂംസ് ഗ്യാസസിന് മാത്രം അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോ ആണ്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്റ്റൻസും പ്രൊഡക്ട്സിനും മാത്രം അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോ ആണ് ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോള്യൂംസ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്കറിയാം ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻസ് വിത്ത്
chlorine gas producing hydrogen chloride gas. H2 plus Cl2 gives 2HCl. This is the balanced equation. ഇനി ഈ ലോയില് നോക്കി നോക്കൂ, ഈ ഇക്വേഷനിലെ 1 liter ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 1 liter ക്ലോറിൻ പ്രൊഡ്യൂസിങ് 2 liters ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. 1 liter ഹൈഡ്രജൻ ഗ്യാസ്. ഗേഷ്യസ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സിൻ്റെ കേസിൽ മാത്രമാണ് ഗേലു-സാക്സ് ലോ വരുന്നത്. 1 liter hydrogen reacts with 1 liter chlorine producing 2 liters of HCl. ഇതിൽ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും വോള്യൂംസ് തമ്മിലുള്ള റേഷ്യോ നോക്കുകയാണെങ്കിൽ അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇതാണ് ഗേലു-സാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂം പറയുന്നത്. എന്താണ് ഗേലു-സാക്സ് ലോ പറയുന്നത്? വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രൊഡക്റ്റ്, വാതകാവസ്ഥയിലുള്ള ഉൽപ്പന്നം ഉണ്ടാകുമ്പോൾ വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രൊഡക്റ്റ് ദർ എക്സിസ്റ്റ് a simple whole number ratio between the volumes of reacting gases and that of products. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ അവയുടെ വോള്യൂംസ് തമ്മിലുള്ള റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഗേലു-സാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂംസ് ഓർ കമ്പൈനിങ് വോള്യൂംസ്. അതും കൃത്യമായിട്ട് പഠിക്കുക. ഏറ്റവും എളുപ്പമുള്ള ഒരു ലോ ആണ്. വോള്യൂംസ് തമ്മിലുള്ള ഗേഷ്യസ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സിൻ്റെ വോള്യൂംസ് തമ്മിലുള്ള റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇനി ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോ ഈസ് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോ എന്നുള്ള സയൻറ്റിസ്റ്റാണ് ഈ ലോ പുട്ട് ഫോർവേഡ് ചെയ്തത്. ഈ ലോ എന്താണ് പറയുന്നത്? നമ്മൾ ഡിഫറെൻറ്റ് ഗ്യാസസ് ഈക്വൽ വോള്യൂംസ് എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഓക്സിജൻ ഗ്യാസ്, നൈട്രജൻ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്, ഹീലിയം ഗ്യാസ്, അങ്ങനെ ഏത് ഗ്യാസും നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ വോള്യൂംസ് ഈക്വൽ ആണെങ്കിൽ അവയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. പാർട്ടിക്കിൾസ് ആറ്റായിരിക്കോട്ടെ മോളിക്യൂൾ ആയിക്കോട്ടെ, എന്തായാലും അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഇഫ് ദേ ആർ അറ്റ് ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഈക്വൽ വോള്യൂംസ് ഓഫ് all gases contain equal number of molecules. മോളിക്യൂൾസ് എന്നാണ് അവോഗാഡ്രോ പറയുന്നത്. മോളിക്യൂൾ എന്നുള്ള വേർഡ് കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവോഗാഡ്രോ ആണെന്ന് പറയാം. അവോഗാഡ്രോൻ്റെ കാലത്ത് ആറ്റംസ് കമ്പൈൻ ചെയ്ത് എലമെൻസിൻ്റെ മോളിക്യൂൾ ഉണ്ടാവുന്ന ആർക്കും അറിവുണ്ടായിരുന്നില്ല. ഒരിക്കലും എലമെൻറ്റ് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വിശ്വസിച്ചിരുന്നില്ല. ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ സെയിം എലമെൻറ്റിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് വിശ്വസിച്ചിരുന്നില്ല. അത് കാരണം കോമ്പൗണ്ട്സിന് മാത്രമേ മോളിക്യൂളുള്ളൂ, എലമെൻറ്റ്സിന് മോളിക്യൂളില്ല, ആറ്റമേ ഉള്ളൂ എന്നാണ് വിശ്വസിച്ചിരുന്നത്. അവോഗാഡ്രോ ആണ് ആ കോൺസെപ്റ്റ് മാറ്റിയെടുത്തത്. അപ്പോൾ അവോഗാഡ്രോ പറഞ്ഞു, നമ്മൾ ഏത് ഗ്യാസ് എടുത്താലും അവയുടെ വോള്യൂം ഈക്വൽ ആണെങ്കിൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അതാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ ഈ 5 ലോസും കൃത്യമായിട്ട് പഠിക്കുക. ഇനി ലേറ്റർ ദ സയൻറ്റിസ്റ്റ് ജോൺ ഡാൾട്ടൺ തന്നെ ഈ ലോസ് ഒക്കെ പഠിച്ചതിന് ശേഷം ഡാൾട്ടൺ പ്രൊപ്പോസ്ഡ് എ തിയറി ഫോർ മാറ്റർ, അറ്റോമിക് തിയറി ഫോർ മാറ്റർ. നമുക്കറിയാം മാറ്ററിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ് ആറ്റം. അപ്പോൾ മാറ്ററിനെ കുറിച്ച് ആദ്യമായിട്ടൊരു തിയറി പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ എന്താണ് മാറ്ററിനെ കുറിച്ച് കണ്ടെത്തിയത്? ഈ ലോസും എല്ലാം വെച്ച് ജോൺ ഡാൾട്ടൺ കണ്ടെത്തിയ ചില പോസ്റ്റുലേറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓരോ പോസ്റ്റുലേറ്റും ശ്രദ്ധിച്ച് പഠിക്കണം. അതിനെ എല്ലാ പോസ്റ്റുലേറ്റ്സിനും കൂടി പറയുന്ന പേരാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഓഫ് മാറ്റർ. എന്താണ് ഡാൾട്ടൺസ് തിയറി പറയുന്നത്? ഫസ്റ്റിൽ പറയുന്നു, മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് എന്നാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞത്. മാറ്ററിനെ കുറിച്ച് ആദ്യമായിട്ടൊരു സെൻറ്റൻസ് എന്ന് പറയാം. എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് എന്നാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്.
ഇനി രണ്ടാമത് പറഞ്ഞു ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്. പീരിയോഡിക് ടേബിളിൽ ഒരുപാട് എലമെൻ്റ് ഉണ്ട്. അതിൽ ഓരോ എലമെൻ്റ് എടുത്താലും ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും ഐഡൻറ്റിക്കലാണ്. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും ഐഡൻറ്റിക്കലാണെന്ന് പറഞ്ഞു. ഇൻ ഓൾ റെസ്പെക്ട്സ്. മൂന്നാമത് പറഞ്ഞു ദ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. രണ്ട് ഡിഫറെൻ്റ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് എലമെൻറ്റിൻ്റെ ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് എലമെൻറ്റിൻ്റെയും ആറ്റവും ഒരു സിമിലാരിറ്റി ഇല്ല, എല്ലാ തരത്തിലും ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ദ തേർഡ് പോയിൻ്റ്. ഇനി നാലാമത്തെ പോയിൻ്റ് പറഞ്ഞു ആറ്റംസ് ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു കോമ്പൗണ്ടിൽ മാത്രമേ മോളിക്യൂൾ ഉള്ളൂ എന്നാണ് ആദ്യകാലങ്ങളിൽ കണ്ടെത്തിയിരുന്നത്. സോ ആറ്റംസ് ഓഫ് എലമെൻറ്റ്സ്, ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ എന്നൊക്കെയാണ് ശരിക്കും ജോൺ ഡോൾട്ടൺ പറഞ്ഞത്. ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ടു ഫോം കോമ്പൗണ്ട് ആറ്റംസ് എന്നാണ് പറഞ്ഞത്. മോളിക്യൂൾ തന്നെ അന്ന് പേര് കൊടുത്തിട്ടില്ല, കോമ്പൗണ്ട് ആറ്റംസ്. നമുക്കിപ്പോൾ പറയാം മോളിക്യൂൾസ് എന്നുള്ളതാണ്. മോളിക്യൂൾ അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്, നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത് എന്ത് പറഞ്ഞു? ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞു. ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി നമുക്ക് ഈ പോസ്റ്റ്ലേറ്റ് എല്ലാം ഒന്നും കൂടി എടുത്ത് അനലൈസ് ചെയ്ത് നോക്കാം. ഇതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഇനി അത് മാറ്റിയിട്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് മോഡേൺ അറ്റോമിക് തിയറി കൊടുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറയുന്നത് മോഡേണും ഒക്കെ കൂട്ടി എല്ലാം കൂടി അതാണ് അറ്റോമിക് തിയറി എന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് എന്നല്ലേ പറഞ്ഞത്. പക്ഷേ നമുക്കിപ്പോൾ അറിയാം ആറ്റംസ് ഇൻഡിവിസിബിൾ ആണോ? ആറ്റംസിൽ വീണ്ടും പാർട്ടിക്കിൾസ് ഇല്ലേ? അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, പിന്നെ ന്യൂക്ലിയസിലുള്ള ചെറിയ ചെറിയ വേറെ കുറേ പാർട്ടിക്കിൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, ക്വാർക്സ് എന്നൊക്കെ പറയുന്ന പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബീയിങ് ദ ഫസ്റ്റ് തിയറി അബൌട്ട് മാറ്റർ വി ഹാവ് ടു ഗിവ് റെസ്പെക്റ്റ്. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇനി രണ്ടാമത്തേത് എന്താണ്? ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് ഇപ്പോൾ നമുക്കറിയാം എലമെൻറ്റ്സിന് എന്തുണ്ട്? ഐസോട്ടോപ്സ് ഉണ്ട് ഇല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഹൈഡ്രജൻ, ഇതാണ് നമ്മൾ അറിയുന്ന ഹൈഡ്രജൻ. അറ്റോമിക് നമ്പർ 1 അറ്റോമിക് മാസ് ഹൈഡ്രജൻ ഉണ്ട്. ഡ്യൂറ്റീരിയം ഉണ്ട്, മാസ് നമ്പർ 2 ഉള്ളത്. മാസ് നമ്പർ 3 ഉള്ള ട്രിഷ്യം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ആറ്റംസ് ഓഫ് ദ സെയിം, ഇതൊക്കെ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻ്റ് ആണ്. ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിൻ്റെ മാസിൽ വ്യത്യാസമുണ്ട്. ഒരേ എലമെൻറ്റിൻ്റെ ആറ്റം ആണെങ്കിലും അതിൻ്റെ എന്തിലാണ് വ്യത്യാസം നോക്കൂ? മാസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് മുഴുവൻ അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വയ്യ എങ്കിലും. ഇനി തേർഡ് വൺ എന്താണ്? ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻ്റ് ആർ ഡിഫറെൻറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ്. അങ്ങനെ പറഞ്ഞു. പക്ഷേ നമുക്ക് ഐസോബാർസിനെ കുറിച്ച് അറിയില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കെടുക്കാം കാർബൺ, അറ്റോമിക് നമ്പർ 6 ആണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. ദേ ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്. ആൻഡ് there are carbon atoms with mass number 12, 13, 14 ഒക്കെ ഉണ്ട്. അപ്പോൾ 14 ഉള്ള കാർബൺ, ഇത് റേഡിയോ ആക്റ്റീവ് കാർബണും കൂടിയാണ്. ഈ കാർബൺ ഉണ്ട്. നൈട്രജൻ്റെ മാസ് നമ്പർ 14 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കൂ, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻ്റ് ആർ ഡിഫറെൻറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിൻ്റെ മാസ് നമ്പർ സെയിം അല്ലേ? എന്നിരുന്നാലും നമുക്കതും ബീയിങ് ദ ഫസ്റ്റ് തിയറി നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? Atoms of different elements combine in small whole number ratio to form compound atoms called molecules. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ, ഇപ്പം നമ്മൾ വാട്ടർ എടുക്കുക നോക്കൂ, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ചെറിയ ഹോൾ നമ്പർ റേഷ്യോ, 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റം 2:1. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ 1:2 റേഷ്യോയിലാണ്. അമോണിയ എടുക്കുകയാണെങ്കിൽ 1:3 റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെറിയ മോളിക്യൂൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ഹോൾ നമ്പർ റേഷ്യോയിൽ തന്നെയാണ്. പക്ഷേ വലിയ മോളിക്യൂൾസ് എടുത്ത് നോക്കൂ. ഇപ്പോൾ ഒരു ഷുഗർ മോളിക്യൂൾ C12H22O11 എന്നാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഇതിൽ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണോ? 12:22:11. അത്ര ചെറിയ ഹോൾ നമ്പർ റേഷ്യോ ഒന്നുമല്ല. എന്നിരുന്നാലും അന്ന് ഇത്രയും പറഞ്ഞിട്ടുള്ളത് എന്തായാലും കറക്റ്റാണ്. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മതി.
അതാണ് ശരിക്കും ഇപ്പം മോഡേൺ തിയറി പറയുന്നത്, മോഡേൺ അറ്റോമിക് തിയറി. അത് തന്നെ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി ആയിട്ട് നമുക്ക് അംഗീകരിക്കാം. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ ഫിക്സഡ് റേഷ്യോ ടു ഫോം കോമ്പൗണ്ട് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഇനി ലാസ്റ്റ് പറഞ്ഞു ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. കൂടെ ഒരു കെമിക്കൽ റിയാക്ഷനും കൂടി ചേർത്താൽ മതി. ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അത് ശരിയാണ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആറ്റംസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ എഴുതി C+O2 ഗിവിങ് CO2. അതിൽ കാർബണാറ്റോ ഓക്സിജനാറ്റോ നശിപ്പിക്കപ്പെടുന്നില്ല, പക്ഷേ അതൊരു വേറൊരു കോമ്പൗണ്ടായിട്ട് മാറുന്നു എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഫിഷൻ, ഫ്യൂഷനൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ വേറെ ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾ കൊണ്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് വേറെ ആറ്റമായിട്ട് മാറും, വേറൊരു എലമെൻറ്റിൻ്റെ ആറ്റമായിട്ട് മാറും. അപ്പം ന്യൂക്ലിയർ റിയാക്ഷനിൽ ആറ്റം നശിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷനിലാണെന്ന് എടുത്തു പറഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റാണ്. ആറ്റംസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. സോ ഈ 5 പോയിൻറ്റ്സ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്താണെന്നുള്ളത് ഓർത്തിരിക്കാം. ആറ്റമാണ് മാറ്ററിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. ആറ്റത്തിൻ്റെ മാസ് കാണാനായിട്ട് പഴയ കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും ചെറിയൊരു മാസ് വെയ് ചെയ്തെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ പുതിയ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള കാരണം ആറ്റത്തിൻ്റെ മാസ് കാണുക എന്നുള്ളത്, മാസ് സ്പെക്ട്രോസ്കോപ്പിക്ക് തുടങ്ങി മാസ് കാണാനായിട്ട് എളുപ്പമുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒരു ആറ്റത്തിൻ്റെ മാസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റാത്തത്ര തന്നെ ചെറുതാണ്. 10⁻⁻24 അങ്ങനത്തെ ഒരു മാസമാണ് ഇവിടെ യൂഷ്വലി വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി നോക്കൂ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആക്ച്വലി ഇത്രയാണ്, 1.6736 × 10⁻⁻24 ഗ്രാം. നമുക്കറിയാം ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ മാസ് ഇത്ര കുറച്ചേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഹൈഡ്രജൻ്റെ മാസ്, കറക്റ്റ് മാസ്, ആക്ച്വൽ മാസ് നമ്മളിങ്ങനെ എഴുതാം, കുഴപ്പമില്ല. പക്ഷേ വേറൊരു ആറ്റം, നമ്മൾ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻ്റ് ഉണ്ട്. വേറൊരു എലമെൻറ്റിൻ്റെ ആറ്റം എടുത്തിട്ട് അതിൻ്റെ മാസ് കണ്ട് അതും നമുക്ക് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അങ്ങനെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും ആറ്റത്തിൻ്റെ മാസം ഓരോന്നും ഓർത്തിരിക്കാൻ എളുപ്പമല്ല. അതുകൂടാതെ ഈ മാസ് ഇത്രയും ചെറുതായ കാരണം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ കാൽക്കുലേഷനും ഇത്ര ചെറിയൊരു വാല്യൂ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ മാസ് 1 ആയിട്ട് ഫിക്സ് ചെയ്യാം. അതായത് അതിന് യൂണിറ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും മാസ് കാണണമെങ്കിൽ കിലോഗ്രാം എന്നുള്ള യൂണിറ്റോ ഗ്രാം എന്നുള്ള യൂണിറ്റൊക്കെ പറയും. ഇത് യൂണിറ്റ് ഒന്നും ഇല്ലാണ്ട് ലെറ്റ് ഇറ്റ് ബി 1, ഇതിൻ്റെ മാസ് 1 ആയിക്കോട്ടെ. ആദ്യം ഒരു സയൻറ്റിസ്റ്റ് ഹൈഡ്രജൻ ആറ്റം തന്നെയാണ് എടുത്തത്. ഹൈഡ്രജൻ ആറ്റം എടുത്തു, അതിൻ്റെ മാസ് 1 ആണെന്ന് ഫിക്സ് ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്തു, ബാക്കി എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് ഇതിൻ്റെ എത്ര ഇരട്ടിയാണ് അതിൻ്റെ മാസ് എന്ന് നോക്കി. എന്നിട്ട് അതിനെ, ആ നമ്പറിനെ, ഫോർ എക്സാമ്പിൾ കാർബണിൻ്റെ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഇരട്ടിയാണ് കാർബൺ ആറ്റത്തിൻ്റെ മാസ് എങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ മാസിനെ നമുക്ക് 12 എഴുതാം. അതിനെ അവർ വിളിച്ചു അറ്റോമിക് മാസ് എന്ന് വിളിച്ചു. അപ്പോൾ ആറ്റത്തിൻ്റെ മാസിന് തന്നെയാണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ കാർബൺ ആറ്റത്തിൻ്റെയോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് ആദ്യം എടുത്തതെങ്കിലും പിന്നീട് ഹൈഡ്രജൻ ആറ്റത്തിനെ ഒഴിവാക്കി. കാരണം ഹൈഡ്രജൻ ആറ്റത്തിന് ഐസോട്ടോപ്സ്, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, ഹൈഡ്രജൻ 1, 1, 1, 2, 1, 3, ഡ്യൂറ്റീരിയം, ട്രിഷ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഐസോട്ടോപ്സ് ഉള്ള കാരണം അതിൽ ഏത് ഹൈഡ്രജൻ്റെയാണ് 1 ആയിട്ട് ഫിക്സ് ചെയ്ത്, അപ്പോൾ ബാക്കി ഹൈഡ്രജൻ്റെ എങ്ങനെ എടുക്കും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. അപ്പോൾ ലാസ്റ്റ് അവർ ഏറ്റവും പ്യുവറായിട്ടുള്ള കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പ് സെലക്ട് ചെയ്തു. കാർബൺ 12 എന്നുള്ള കാർബൺ എടുത്തു. എന്നിട്ട് അതിൻ്റെ മാസിൻ്റെ 1/12 ആണ് ആറ്റത്തിൻ്റെ മാസ് മെഷർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തത്. ആറ്റത്തിൻ്റെ മാസ് മെഷർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് മാസ്സായിട്ട് എടുത്തത് 1/12 ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. 1/12 ദ മാസ് ഓഫ് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 അതിനെ പിന്നീട് വിളിച്ചു അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ്, വാട്ട് ഈസ് AMU? അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ ഷോർട്ടാണ് AMU. AMU, വാട്ട് ഈസ് AMU? ഇറ്റ് ഈസ് 1/12 ദ മാസ് ഓഫ് കാർബൺ. മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഇതിനെയാണ് എന്ത് വിളിച്ചത്?
AMU. 1 AMU is 1/12 the mass of a carbon 12 atom. മറക്കാൻ പാടില്ല. ഇനി ആ 1/12 the mass of a carbon 12 atom എത്രയാണെന്ന് കണ്ടു? 1.66056 into 10⁻⁻24 gram ആണെന്ന് കണ്ടു. സോ 1 AMU ചോദിച്ചാൽ രണ്ട് തരത്തിൽ പറയാം. ഒന്ന് ഈ വാല്യൂ 1.66056 into 10⁻⁻24, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ 1/12 the mass of a carbon 12 atom. ഇനി ദിസ് ഈസ് ടേക്കൺ ആസ് 1 AMU. 1 AMU ആണ് ഇത്. ഇനി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആക്ച്വൽ മാസ് ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ മാസ് നമുക്ക് AMUവിൽ പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അത് ഹൈഡ്രജൻ്റെ ആക്ച്വൽ മാസിനെ ഒരു AMUവിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അത്രയും AMU ആണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ നോക്കൂ, ദ ആക്ച്വൽ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ദിസ്, ദ മാസ് ഓഫ് വൺ AMU ഈസ് ദിസ്. ഡിവൈഡ് ചെയ്യുന്നു, വാട്ട് യു ഗെറ്റ് ഈസ് 1.0078, which is nearly 1.008. So the atomic mass of hydrogen can be taken as 1.008 AMU. AMU എന്നുള്ളതിനെ ഷോർട്ടായിട്ട് U എന്നും എഴുതാം. സോ 1.008 U. പക്ഷേ ഫോർ കൺവീനിയൻസ് നമ്മൾ കാൽക്കുലേഷനൊക്കെ എടുക്കുമ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1 U അല്ലെങ്കിൽ 1 AMU എന്ന് എടുക്കാം. ആക്ച്വലി 1 AMU എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. പക്ഷേ ഹൈഡ്രജൻ്റെ ഇത്രയാണ് മാസമെങ്കിലും കൺവീനിയൻസിന് വേണ്ടി 1.008 എന്ന് എപ്പോഴും എടുക്കാനുള്ള എളുപ്പം അല്ലാത്തത് കൊണ്ട് 1 AMU എന്ന് എടുക്കുന്നു. സോ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് നമ്മൾ ചോദിച്ചാൽ 1 AMU. കറക്റ്റായിട്ട് മോർ ആക്യുറേറ്റ്ലി പറയണമെങ്കിൽ എന്തെടുക്കണം? 1.008 എന്നും കൂടി പറയാം. അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് ടേബിളിലുള്ള ഏത് എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസ് നമുക്ക് പറയാം. അപ്പോൾ കുറച്ച് എണ്ണത്തിൻ്റെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, നമുക്ക് കാൽക്കുലേഷനൊക്കെ ആവശ്യമുള്ളതാണ്. ഹീലിയത്തിൻ്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഹീലിയാണല്ലോ വരുന്നത്. ഇറ്റ് ഈസ് 4 times 1 AMU ആണ്. സോ ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4U ആണ്. നമ്മൾ പലപ്പോഴും U എഴുതാറില്ല, 4 എന്ന് മാത്രമേ എഴുതാറുള്ളൂ അല്ലേ. ഇനി വേറൊരെണ്ണം നമുക്ക് എടുക്കാം. എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ് ഓക്സിജൻ. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 times 1 AMU ആണ്. സോ ഇറ്റ് ഈസ് 16U ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ഒരു AMUവിൻ്റെ 16 ഇരട്ടിയാണ്. സോ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ക്യാൻ ബി ടേക്കൺ ആസ് 16U. ഇനി നമുക്ക് വേറെ ആവശ്യം വരുന്ന ഒരു എലമെൻറ്റ് ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു 1 ആണ്, ഹീലിയം 4U, ഓക്സിജൻ 16 ആണ്, ക്ലോറിൻ 35.5 ആണ്. ഇനി സോഡിയം ഓർമ്മ വരേണ്ടതാണ് 23 ആണ്. കാർബൺ എപ്പോഴും ആവശ്യം വരുന്നതാണ്, ഇറ്റ് ഈസ് 12U ആണ് കാർബണിൻ്റെ. സൾഫറിൻ്റെ 32 ആണ്. സൾഫർ 32 ആണ്. അപ്പോൾ ഈ എലമെൻസിൻ്റെ ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇത്രയെങ്കിലും കുറച്ച് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു പല എലമെൻസിനും ഐസോടോപ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഐസോടോപ്പിൻ്റെയും മാസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഐസോടോപ്സിൻ്റെ ഒക്കെ കൂടി ആവറേജ് അറ്റോമിക് മാസാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ആവറേജ് അറ്റോമിക് മാസ്? എന്തുകൊണ്ടാണ് ആവറേജ് അറ്റോമിക് മാസ് ഉണ്ടായത്? ആവറേജ് അറ്റോമിക് മാസ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഐസോടോപ്പിൻ്റെ എബണ്ടൻസ് കൊണ്ട്. എബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എത്ര പെർസെൻറ്റേജ് നേച്ചറിൽ ഒക്കർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് എബണ്ടൻസ് കൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ആവറേജ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ കാണാം. കാർബണിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഐസോടോപ്സ് ഉണ്ട്. ഫസ്റ്റ് ഐസോടോപ്പിൻ്റെ മാസ് നമ്പർ 12 തന്നെയാണ്, സെക്കൻഡിൻ്റെ 13 ആണ്, തേർഡിൻ്റെ 14 ആണ്. ഈ 3 എണ്ണം നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ്, അതായത് നമ്മൾ 100 gram കാർബൺ എടുക്കുകയാണെങ്കിൽ യൂഷ്വലി അതിൽ 98.892 ഗ്രാമും അത്രയും പെർസെൻറ്റേജ് എന്താണ്? കാർബൺ 12 ആണ്. അറ്റോമിക് മാസ് 12 ഉള്ളതാണ്. അറ്റോമിക് മാസ് 12. ഇനി അതിൽ 1.108% 100ൽ 98.8 ഇതാണ്. 1.108% അറ്റോമിക് മാസ് 13 ഉള്ളതാണ്. 2 × 10⁻⁻10% എന്തുണ്ട്? അറ്റോമിക് മാസ് 14 ഉള്ളത്. 13ഉം 14ഉം ഒക്കെ കറക്റ്റ് 13, 14 അല്ല, എൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് നമ്പർ, നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് എത്രയാണ്? അപ്പോൾ നോക്കൂ, നല്ലോണം ശ്രദ്ധിക്കുക. മാസ് 12 ഉള്ള 100ൽ
മാസ് 12 ഉള്ള 98.892 ഉണ്ട്. 100-ൽ ഇത്ര ഉണ്ടെങ്കിൽ 1-ൽ എത്ര ഉണ്ടാവുക? സപ്പോസ് നമ്മൾ 100-ന് പകരം 1 gram ആണ് എടുക്കുന്നത് വിചാരിക്കൂ. അപ്പോൾ 1-ൽ എത്ര ഉണ്ടാവും? 100-ൽ 98 ആണെങ്കിൽ 1-ൽ 0.98892 ബൈ 100 ചെയ്താൽ പോരെ. അപ്പോൾ പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ 1-ലുള്ളത് കാണാൻ ബൈ 100 ചെയ്യുന്നു. ഇത് എത്ര ഉണ്ടാവും? ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.01108. ഇതിലെത്ര ഉണ്ടാവും? ദിസ് ഡിവൈഡഡ് ബൈ 100, ദിസ് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ 10⁻²² ആവും. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് 2 × 10⁻12 ആയിട്ട് മാറും. അപ്പോൾ അത് 1-ലുള്ളത്. ഇനി 1-ലുള്ള ഇതിൻ്റെ 0.98892 ആണ് 1-ലുള്ളത്. അതിൻ്റെ മാസ് എത്രയാണ്? 12. അപ്പോൾ ടോട്ടൽ മാസ് എത്രയാണ്? 12 × 0.98892. 12 × 12u എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 12 × 0.98892. അതുപോലെ 13 മാസ് ഉള്ളത് 13 this into 0.01108. ഇനി മാസ് 14 ഉള്ളത് എത്രയുണ്ട്? 2 × 10⁻²12. സോ 2 × 10⁻² into 14.00317. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആവറേജ് കിട്ടി. ഇറ്റ് ഈസ് 12.0111u. സോ കാർബണിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് 12.01 ആണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി 12 എഴുതാറുള്ളൂ. ഇനി ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറെ തരത്തിൽ ചെയ്യാം. നമ്മൾ ആകെ 100 എടുക്കുന്നു. 100-ൽ 12 മാസ് ഉള്ളത് ഇത്രയുണ്ട്. അപ്പോൾ ആ 100-ൽ 12 മാസ് ഉള്ളത് ഇത്രയുണ്ടെങ്കിൽ ആകെ മാസ് എത്ര? 12 × ദിസ്. 100-ൽ 13 മാസ് ഉള്ളത് ഇത്രയുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 13 × ദിസ്. 14 മാസ് ഉള്ളത് ഇത്ര. സോ 14 × ദിസ്. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 എണ്ണത്തിൻ്റെയും ഇതിലുള്ള 100 എണ്ണത്തിൻ്റെയും മാസ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴും യു ഗെറ്റ് ദ സെയിം വാല്യൂ. സോ ആവറേജ് അറ്റോമിക് മാസ് നമുക്ക് കിട്ടുന്നു. എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ആവറേജ് അറ്റോമിക് മാസ്. സോ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കാണാനുള്ള യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അറ്റോമിക് മാസ് യൂണിറ്റ് ഇൻ ഗ്രാം? ഇറ്റ് ഈസ് 1.66056 × 10⁻24 gram. What is 1 AMU? It is 1/12 the mass of a carbon 12 atom. ഇനി എങ്ങനെയാണ് ഈ എലമെൻസിൻ്റെ അറ്റോമിക് മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ മാസ് കാണാം. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നമുക്കെടുക്കാം. ഒരു മോളിക്യൂൾ NaOH. ഇതിൻ്റെ മാസ് എത്രയാണ്? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് നേരത്തെ പറഞ്ഞു 23, ഓക്സിജൻ്റെ 16, ഹൈഡ്രജൻ്റെ 1. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? NaOHൻ്റെ മാസ് കിട്ടും. NaOH എന്ന് പറയുന്നത് മോളിക്യൂളാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മോളിക്കുലാർ മാസ്. അപ്പോൾ എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക? അറ്റോമിക് മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മോളിക്കുലാർ മാസ്. കോമ്പൗണ്ട് ഫോമുല എഴുതുക, അറ്റോമിക് മാസസ് ആഡ് ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ് ഈസ് മോളിക്കുലാർ മാസ്. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 മോളിക്യൂൾ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താ? അറ്റോമിക് മാസ് പറഞ്ഞ അതേപോലെ തന്നെ 40u. മനസ്സിലായില്ലേ? മോളിക്കുലർ മാസ് കാണാം. ജസ്റ്റ് അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ മതി. ഇനി ചില കോമ്പൗണ്ട്സ് ലൈക്ക് അയോണിക് കോമ്പൗണ്ട്സ്, സോഡിയം ക്ലോറൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സ്, ഇതിൽ പാർട്ടിക്കിൾസ് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ ഓഫ് സോഡിയം ക്ലോറൈഡ് എടുക്കുക. അതിൽ ഒരുപാട് Na+ഉം Cl- ഉണ്ട്. അത് പ്രത്യേക തരത്തിൽ 3 ഡയമെൻഷനിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസിനെ നമ്മൾ യൂഷ്വലി പറയുന്നത് ഫോർമുല മാസ് എന്നാണ്. മോളിക്കുലർ മാസ് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടേം ഫോർമുല മാസ് എന്നാണ്. ഫോർമുല മാസ് ആയാലും കാണാൻ എന്ത് തന്നെ ചെയ്താൽ മതി? അതിൻ്റെ അറ്റോമിക് മാസസ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ആണെങ്കിൽ 23+ ക്ലോറിൻ്റെ 35.5 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 58.5 ആണ്. അപ്പോൾ മോളിക്കുലർ മാസ് എന്നതിന് വരെ ഇതിന് ഫോർമുല മാസ് എന്നും കൂടി പറയാറുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും
മോളിക്കുലർ മാസ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു.